നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. പ്രോണോളജി നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ന്യൂമറോളജിസ്റ്റാണ്. ഈ ശാസ്ത്രം വളരെയേറെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല ആൾക്കാർക്കും ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഇന്നും അറിവില്ലാത്തവരുണ്ട്. അറിവുള്ള ആൾക്കാർ പേരിൽ ഭേദഗതി ചെയ്തുകൊണ്ട് പുരോഗതിയിലേക്ക് പോകുന്നതായിട്ട് നിത്യ അനുഭവമാണ്. കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് സമയത്തിൻ്റെ അപര്യാപ്തതയാണ്. ഇവിടെ കൺസൾട്ടേഷനുണ്ട്. ഞാൻ UAE താമസിക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് 8 കുറിച്ച് ചിന്തിക്കാം. 8 ഒരു ഇൻഫിനിറ്റി നമ്പറാണ്. ഇൻഫിനിറ്റി നമ്പർ എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. എന്താണ് ഇൻഫിനിറ്റി? അനന്തത. അനന്തത എന്നാൽ എന്താണ്? ഇങ്ങനെ കിടക്കുകയാണ്. അനന്തത വിശാലമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ 8-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, 17-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി ജനിച്ചവരാണെങ്കിൽ 8 നിങ്ങളുടെ ഭാഗ്യസംഖ്യയാക്കി വരേണ്ടത്. പക്ഷേ ഏകദേശം ഒരു 80% ആൾക്കാരും വളരെ ഡൗണാണ്, വളരെ മോശമാണ്. സമൂഹത്തിൽ അവർ പഴി കേൾക്കാറുണ്ട്. 8 7-ൻ്റെയും പ്രത്യേകത ഇതാണ്. മറ്റുള്ള നമ്പേഴ്സിന് ഇത്ര കണ്ടില്ല. നമ്മളിപ്പോൾ 8-നെ പറ്റിയാണ് പറയുന്നത്, മറ്റുള്ള നമ്പറിനെ കുറിച്ച് പറയുന്നില്ല. ആക്ച്വലി ഈ നമ്പറിൽ ജനിച്ച ആൾക്കാർ, ഇനി നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ 8 8, 17, 26, 35, 44, 53 ഒക്കെ ആണെങ്കിൽ, ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും വാല്യൂസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. തെറ്റിദ്ധാരണ മാത്രമല്ല, നമ്മുടെ കയ്യിലിരിപ്പും കുറച്ചുണ്ടെന്ന് വെച്ചോളൂ. അതിനെ അതിഗംഭീരമായ രീതിയിൽ, വളരെ ഭംഗിയായ രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇൻഫിനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനന്തത. ഇനി എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന നമ്പറാണ് 8 മറ്റുള്ളവരാൽ. എൻ്റെ അനുഭവം കൂടി പറയുകയാണ്. ഇതെല്ലാം ഒരിക്കലും മറ്റൊരു പുസ്തകത്തിൽ നിന്നും പകർത്തിയെടുക്കുന്നതല്ല. എൻ്റെ അനുഭവങ്ങളാണ് അധികവും ഇവിടെ ഷെയർ ചെയ്യുന്നത്. അക്കാര്യം എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. എൻ്റെ കാര്യം എങ്ങനെയാണ് ഈ പബ്ലിക് സെക്ടറിൽ വന്ന്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള എനിക്കതിന് ബുദ്ധിമുട്ടുമില്ല. ഏകദേശം 1 വർഷം മുൻപ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ 4-5 സുഹൃത്തുക്കളെ കണ്ടു. കോട്ടയം ടൗണിലാണ്, കോട്ടയം ടൗൺ. അവിടെ കണ്ടപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കാൻ പോകാം. സ്റ്റാർ ഹോട്ടൽ അല്ലാത്ത സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോട്ടലിൽ ചെന്നു. അവരുടെ ഇഷ്ട വിഭവങ്ങൾ എല്ലാം തന്നെ കഴിക്കുവാൻ മേടിച്ചെന്നു. എന്നപ്പോൾ ഒരു